വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചന ഭാഗം. നാം ഇന്ന് വായിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഒരു പരാതിയും പരിഭവവും ഒക്കെയാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും തന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരാണ്. പക്ഷേ എൻ്റെ വചനം കേൾക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എൻ്റെ വചനം കേട്ട് അതുപോലെ ജീവിക്കുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതവൻ തുല്യമാണെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. പാറപ്പുറത്ത് പണിത ഭവനം അടിസ്ഥാനം ഉറച്ചതാണ്. എത്രമാത്രം പ്രതിബന്ധങ്ങൾ വന്നാൽ, പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ, കാറ്റും കോളും വന്നാലും ഒന്നും അതിനെ ബാധിക്കുകയില്ല. ഇന്ന് വചനം പറയുന്നു, വെള്ളപ്പൊക്കമുണ്ടായാലും ജലത്തിൻ്റെ പ്രളയം ആഞ്ഞടിച്ചാലും ഒന്നും ഈ ഭവനത്തിന് ഉലച്ചിലുണ്ടാവുകയില്ല. നമുക്ക് ധ്യാനിക്കാൻ നമ്മുടെയൊക്കെ അടിസ്ഥാനം എത്രമാത്രം ഉറച്ചതാണ്. ചില വെള്ളപ്പൊക്കങ്ങളോ ചില ഓളം തള്ളലുകളൊക്കെ കടന്നു വരുമ്പോൾ നാം പതറിപ്പോകാറുണ്ടോ? നമുക്കറിയാം, വെള്ളപ്പൊക്കം എല്ലായ്പ്പോഴും ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വരുന്ന ഒന്നാണ്. നിന്റെ ജീവിതത്തിൻ്റെ ചില ഇടങ്ങളിൽ നിന്റെ കാൽപാദത്തിലെ മണ്ണ് ഒലിച്ചു പോകുമാറ് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നീ കടപുഴകി വീഴാതിരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉറച്ചതായിരിക്കണം. വീണ്ടും ഈശോ പറയുന്നത് ഒഴുക്കിനെ കുറിച്ചാണ്. ഒഴുക്ക് എല്ലായ്പ്പോഴും വശങ്ങളിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. നിന്റെ ചുറ്റുവട്ടങ്ങൾ അയൽവക്കമായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ജീവിത ബന്ധങ്ങളായിരിക്കാം, നിന്റെ കൂടെയുള്ളവരായിരിക്കാം. നിന്റെ ചുറ്റുവട്ടങ്ങൾ നിനക്ക് സങ്കടത്തിന് കാരണമാകുമ്പോൾ, നിന്റെ നന്മയ്ക്ക് തടസ്സമാകുമ്പോൾ നീ പതറിപ്പോവാതിരിക്കണമെങ്കിൽ നിന്റെ ശരണം ക്രിസ്തുവിലായിട്ട് മാറണം. നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ഇന്നും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന്? ബാഹ്യമായ ചില പ്രകടനങ്ങൾക്കപ്പുറത്ത് ആത്മീയമായും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ എനിക്ക് എത്രമാത്രം ഉറപ്പുണ്ട്. സ്നേഹമുള്ളവരെ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പനുസരിച്ചാണ് നിൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് മുമ്പോട്ട് പോവുക. അടിസ്ഥാനം ഉറച്ചതാണെങ്കിൽ നിന്റെ നിലനിൽപ്പും ഉറച്ചത് തന്നെയായിരിക്കും. എത്രമാത്രം പ്രതിബന്ധങ്ങൾ വന്നാലും, എത്ര സങ്കടങ്ങൾ വന്നാലും, അത് രോഗബലഹീനതയായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, ഒറ്റപ്പെടുത്തലായിരിക്കാം, കുറ്റപ്പെടുത്തലായിരിക്കാം, തള്ളിപ്പറച്ചിലായിരിക്കാം, ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് സൗഖ്യദായകനായ ഈശോയുടെ കരസ്പർശം നിന്റെ ജീവിത മേഖല എല്ലായിടത്തും അനുഗ്രഹമാവട്ടെ. നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുന്ന ജീവിതാനുഭവം ഉണ്ടാകുമ്പോൾ, ഏറെ സ്നേഹിച്ചവർ നമുക്കെതിരായിട്ട് തിരിയുമ്പോഴൊക്കെ നീ പതറിപ്പോവാതിരിക്കാനായിട്ട് ക്രിസ്തുവിൽ ശരണപ്പെടാം. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.